നമസ്കാരം. ട്രാവൽ വിത്ത് അഞ്ജലി റോക്ക്. വ്യത്യസ്ത ക്ഷേത്രാനുഭവങ്ങളോടെ സഞ്ചരിക്കുന്ന ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് യുനെസ്കോ അംഗീകൃത ചരിത്രമുറങ്ങുന്ന ക്ഷേത്രമായ തമിഴ്നാട്ടിലെ കുംഭകോണത്തിലെ ധാരാസുരം എന്ന സ്ഥലത്തെ ഐരാവതീശ്വര ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ ഐതിഹ്യവും ചരിത്രമൊക്കെയാണ് വഴികളൊക്കെയാണ് ഞാൻ പറയുന്നത്. ക്ഷേത്രത്തെ കടക്കുമ്പോൾ തന്നെ നമുക്ക് നന്ദി മണ്ഡപം കാണാം. വലിയൊരു ഗോപുരം കണ്ടില്ലേ? നമുക്ക് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ അതേ മാതൃക തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ഈ മണ്ഡപത്തിന്റെ മുകളിലായിട്ട് ഒരു താമര ഇതള് കാണാൻ പറ്റും. സൈഡ് ഭാഗത്തായിട്ട് 7 പടികളുണ്ട്. അതിന്റെ പുറകിൽ സൈഡ് ഭാഗത്തായിട്ട് 7 പടികൾ സപ്തസ്വരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബലിപീഠമാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. പിന്നെ അതിന്റെ മുകളിലുള്ള താമര ഇതളിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ അഹങ്കാരമൊക്കെ മാറ്റി നല്ല മനസ്സോടുകൂടി ക്ഷേത്രത്തിൽ കയറാമെന്നാണ് ആ ഒരു താമര ഇതള് സൂചിപ്പിക്കുന്നത്. പിന്നെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നിന്ന് അരമണിക്കൂർ മാത്രമുള്ള ക്ഷേത്രമാണിത്. ചോള രാജാക്കന്മാരും അവരുടെ നിർമ്മിതിയെയും ശിവഭക്തിയും ഒക്കെ പറ്റി ഞാൻ എൻ്റെ മുന്നത്തെ തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെയും ചിദംബരം ക്ഷേത്രത്തിന്റെയും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി ക്ഷേത്രത്തിലോട്ട് കടക്കാണ് ഞാൻ. ക്ഷേത്രത്തിലോട്ട് കടക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ വലത്തെ ഭാഗത്ത് ഒരു അർദ്ധനാരീശ്വര സൂര്യശില്പം നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് എവിടെ ഇത്തരം ഒരു ശില്പം കാണാൻ പറ്റില്ല. അർദ്ധനാരീശ്വരന്റെ ഒപ്പം സൂര്യൻ, മഹാവിഷ്ണു, ഒരു ഭാഗത്ത് മഹാവിഷ്ണു, ബ്രഹ്മാവ്, മഹാദേവനൊപ്പം പുറകിൽ സൂര്യൻ. അങ്ങനെ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കില്ല. ഈ ഒരു അർദ്ധനാരീശ്വര സൂര്യന്റെ ശില്പം മറ്റൊരു പ്രത്യേകത, ഇവിടെ എവിടെ നോക്കിയാലും കോടിക്കണക്കിന് ശില്പങ്ങളാണ്. തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ചെറുതാണെങ്കിൽ കൂടി എവിടെ നോക്കിയാലും നമുക്ക് ഇതിന്റെ ഏറ്റവും ഗോപുരത്തിന്റെ മുകളിലും സൈഡ് ഭാഗത്തും ആ തറയുടെ അടിഭാഗത്തും ഒക്കെ എവിടെ നോക്കിയാലും നമുക്ക് ശില്പങ്ങൾ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഐതിഹ്യത്തിലോട്ട് വരാണെങ്കിൽ ദേവേന്ദ്രന്റെ ആനയായ ഐരാവതത്തിന് ശാപമോക്ഷം കിട്ടിയ ക്ഷേത്രമാണിത്. അപ്പൊ ആ ഒരു കഥയിലോട്ട് വരാണെങ്കിൽ ദേവേന്ദ്രന്റെ വാഹനമാണല്ലോ വെളുത്ത നിറത്തിലുള്ള ഐരാവതം എന്ന ആന. ഒരിക്കൽ ദേവസദസ്സിലെത്തിയ ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് ഒരു പുഷ്പഹാരം സമ്മാനിക്കുന്നു. ആ പുഷ്പഹാരം അദ്ദേഹം ആ ആനയ്ക്ക് സമർപ്പിക്കുകയാണ്. എന്നാൽ സുഗന്ധമുള്ള പുഷ്പഹാരത്തെ തേടി വണ്ടുകൾ എത്തിയപ്പോൾ ഐരാവതത്തിന് അരിഷ്ടം വരുന്നു. ഇതിൽ ദേഷ്യം വന്ന ദുർവാസാവ് വെളുത്ത നിറം മാറട്ടെ എന്ന് ആനയായ ഐരാവതത്തെ ശപിക്കുന്നു. അപ്പൊ ഭൂമിയിലെ ഈ ധാരാസുരം എന്ന സ്ഥലത്ത് എത്തിയ ഐരാവതം മഹാദേവനെ തപസ് ചെയ്യുകയും അതിൽ സംപ്രീതനായി മഹാദേവൻ ഇവിടെ കുളിച്ച് പ്രാർത്ഥിക്കാൻ ഐരാവതത്തോട് പറയുന്നു. അങ്ങനെ ഐരാവതത്തിന് നിറം തിരിച്ചു കിട്ടുകയും ശാപമോഷം കിട്ടുകയും ചെയ്യുന്നു ഈ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പൊ ഐരാവതത്തിന് മഹാദേവനോട് കൂടിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ നമ്മുടെ മനസ്സിലെയും ശരീരത്തിലും ഒക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുമെന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചാലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ ഐരാവതീശ്വരൻ എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാട്ടോ. അപ്പോ എന്നെ ആകർഷിച്ച തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെക്കാളും അത്ര ചെറുതാണ്. പിന്നെ വിസ്തീർണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ചിദംബരം ക്ഷേത്രമാണ് വലുത്. പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രത്യേകത ഈ ശില്പങ്ങളും ഇവിടെ ചില ഐതിഹ്യപരമായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെയാണ് നമ്മളെ കൂടുതൽ ആകർഷിച്ചത്. ഈ ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ ഈ ഒരു രഥത്തിന്റെ ഷേപ്പുള്ള ഒരു ഇത് കണ്ടില്ലേ, അതാണ് പ്രധാന മണ്ഡപം എന്ന് പറയുന്നത്. രഥത്തോടു കൂടി, അതായത് കുതിര തേര് വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലൂടെ പ്രധാന ഭാഗം ഈ പടിക്കെട്ടുകളോട് കൂടി കയറി കഴിഞ്ഞാലാണ് നമുക്ക് മഹാദേവന്റെ പ്രതിഷ്ഠയുള്ള ആ ഒരു ഭാഗം കാണാൻ സാധിക്കുക. പക്ഷെ ഇവിടുത്തെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടതായിട്ട് കാണാം. ഇതിന് പുറത്തൊരു ഗോപുരം ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ അവസാനം കാണിക്കാം. അതും നശിപ്പിക്കപ്പെട്ടതായി കാണാം. കണ്ടില്ലേ, കുതിര തേര് വലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുതിരയുടെ മുഖം നശിച്ചിരിക്കുന്നതായിട്ട് കാണാം. മുഗൾ യുദ്ധകാലത്ത് സംഭവിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ അതിന് സൈഡ് ഭാഗത്ത് തന്നെ നമുക്ക് ദേഷ്യത്തോടെ ഓടുന്ന ഒരു ആനയെയും കൂടി കാണാൻ സാധിക്കും. കാരണം ആന എന്ന് പറയുന്നത് സാധാരണ സമയത്ത് അവരുടെ ആനയുടെ വാലെന്ന് പറയുന്നത് താഴോട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഈ കൊത്തി വരച്ചിരിക്കുന്ന ആനയുടെ വാല് മുകളിലോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. പല ഭാഗങ്ങളിലും കൊത്തുപണികളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലവർ പറയുന്നുണ്ട് പാണ്ഡ്യന്മാരാണ്, അതായത് ചോള രാജവംശക്കാരുടെ ശത്രുക്കളായിരുന്നു ഈ പാണ്ഡ്യ രാജവംശക്കാർ. അപ്പൊ ചോള രാജവംശത്തിന് ശേഷം പിന്നീട് അധികാരം കൈപ്പിടിച്ച പാണ്ഡ്യന്മാരാണ് ഇത് നശിപ്പിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. നമുക്ക് ചരിത്രമാണല്ലോ, നമുക്ക് കൃത്യമായിട്ട് അറിവൊന്നും പറയാൻ പറ്റില്ല. PS2 എന്ന മണിരത്നത്തിന്റെ സിനിമയിൽ ഇവരുടെ ഒരു ശത്രുതയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടതുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളും എനിക്ക് ഓർമ്മയിൽ വന്നത്. അങ്ങനെ ഒരു ചരിത്രവും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകൾ ഉണ്ട് കേട്ടോ ഇവിടെ. എവിടെ നോക്കിയാലും നമുക്ക് കൊത്തുപണികളാണ് കാണാൻ സാധിക്കുക. ഇതാണ് പ്രധാന മണ്ഡപം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ തഞ്ചാവൂർ ക്ഷേത്രത്തിലെ പോലെ സൂര്യനുണ്ട്, വിഷ്ണു ഉണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, ഗണേശനുണ്ട്, സപ്തമാതാക്കളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ
തഞ്ചാവൂർ ക്ഷേത്രം നിർമ്മിച്ചത് രാജരാജ ചോളൻ ഒന്നാമനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറുമകനായ രാജരാജ ചോളൻ രണ്ടാമന്റെ കാലത്താണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത്. കുംഭകോണത്ത് തന്നെ വരുന്ന ഗംഗൈകൊണ്ട ചോളപുര ക്ഷേത്രവും പിന്നെ ഈ ഐരാവത ക്ഷേത്രവും തഞ്ചാവൂർ ക്ഷേത്രമാണ് ചോഴ മഹാക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇനി കുംഭകോണത്തെ ഈ ക്ഷേത്രത്തിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റേ ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം. അതിന്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാം കൂടി ആകുമ്പോൾ ഒരു വലിയ വീഡിയോ ആയി പോകും, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ അടുത്ത വീഡിയോയിൽ അതിന്റെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. പിന്നെ കാളയുടെ ആനയുടെ ഒക്കെ പ്രസിദ്ധമായ ശില്പങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഒരുപാട് കൊത്തുപണികളുണ്ട്. പിന്നെ മരണത്തിന്റെ ദേവൻ എന്നറിയപ്പെടുന്ന യമനും ഇവിടെ പ്രത്യേകതയുണ്ട്. യമൻ ഇവിടെ വെച്ച് ശിവനെ തപസ് ചെയ്തിരുന്നു എന്നും ശരീരം മുഴുവൻ ചുട്ടുകൊള്ളട്ടെ എന്ന് ഒരു മുനിശാപം യമന് കിട്ടിയിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഇവിടുത്തെ കുളത്തില് കുളിച്ചു കയറിയ യമദേവന് ശാപമോശം ലഭിച്ചു എന്നും ഒരു വിശ്വാസമുണ്ട്. ഇതേ പടിക്കെട്ടുകളും ആ ഒരു ശില്പനിർമ്മിതിയൊക്കെ നമുക്ക് തഞ്ചാവൂർ ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ വീട്ടിൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇത് തഞ്ചാവൂർ ക്ഷേത്രം തന്നെയാണോ എന്ന് തോന്നിപ്പോയി. കാരണം ആ ഒരു കൊത്തുപണികളും ആ ഒരു ഘടനയും ഒക്കെ, ആ ഒരു ഉപപ്രതിഷ്ഠകളുടെ ഘടനയൊക്കെ തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ അതേ മാതൃക തന്നെ നമുക്ക് തോന്നും. ഇതേപോലെ തന്നെയുള്ള ക്ഷേത്രമാണ് ഗംഗൈകൊണ്ട ചോളപുരം. അവിടെയും സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ എല്ലാ ക്ഷേത്രങ്ങളും നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കുംഭകോണത്തും തഞ്ചാവൂരും തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എന്നാലും നമ്മളിവിടെ വരുമ്പോൾ സെലക്റ്റീവായിട്ട് ഇത്തരം പ്രസിദ്ധമായ ഈ ക്ഷേത്രങ്ങളിലോട്ട് പോവുക. കാരണം ഒരുപാട് ക്ഷേത്രങ്ങൾ തൊഴാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായ ഐതിഹ്യവും ചരിത്രമൊക്കെ ഉറങ്ങുന്ന ക്ഷേത്രങ്ങൾ. പിന്നെ ക്ഷേത്രങ്ങളിൽ കല്ല് നിർമ്മിച്ച്, അതായത് ചോളന്മാര് നിർമ്മിച്ച്, ഇവർ ശിവഭക്തരായിരുന്നു, അതുകൊണ്ട് തന്നെ ഓടി നടന്ന ക്ഷേത്രങ്ങൾ പണിയായിരുന്നു. അപ്പൊ ഇവർ കല്ലിൽ നിർമ്മിച്ച പ്രധാന 4 ക്ഷേത്രങ്ങളാണ് ഇതുള്ളത്. അതിലൊന്നാണ് ഈ ഐരാവത ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ മറ്റ് ക്ഷേത്രങ്ങൾ കൂടി സന്ദർശിച്ചാലാണ് നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. പിന്നെ ഗംഗൈകൊണ്ട ചോളപുരത്തിന്റെ കൂടെ തന്നെ ഇവിടുത്തെ ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്ന ഒരു ടാങ്ക് ഒക്കെ ഉണ്ട്. അതിൻ്റെയും വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ ഇവിടുത്തെ കൊത്തുപണികൾ എന്ന് പറയുന്നത് നായനാർ എന്നറിയപ്പെടുന്ന 63 ശൈവ സന്യാസിമാരുടെ കഥകളാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഓരോ കൊത്തുപണിയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്ത് വരുന്ന ശില്പങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടേക്ക് എത്തിച്ചേരാനുള്ള വഴി പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ട്രെയിൻ, റോഡ് വഴിയൊക്കെ തഞ്ചാവൂർ വരുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ കൂടി കരുതിയാൽ നിങ്ങൾക്ക് കുംഭകോണവും ചിദംബരം ക്ഷേത്രമൊക്കെ സന്ദർശിക്കാം. എല്ലാ വിശദാംശങ്ങളും തഞ്ചാവൂർ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിലെ ഈ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞത് വളരെ ചെലവ് ചുരുക്കി യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇനിയിപ്പോൾ ട്രെയിൻ വഴിയാണ് വരുന്നെങ്കിലും നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലോട്ട് പോകാൻ റെയിൽവേ സൗകര്യമുണ്ട്, ബസ് സൗകര്യമുണ്ട്, ഓട്ടോറിക്ഷ സൗകര്യമായാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. താമസം, ഭക്ഷണം ഒക്കെ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെന്നൈയിൽ നിന്ന് 310 കിലോമീറ്റർ ആണ് ഉള്ളത്. ചിദംബരത്തിൽ നിന്ന് 90 കിലോമീറ്റർ. പക്ഷേ ഇത്ര കിലോമീറ്റർ കേൾക്കുമ്പോൾ പേടിക്കേണ്ട, നല്ല മനോഹരമായ റോഡുകളാണ്. നിങ്ങൾ കാറൊക്കെ എടുത്ത് വരാണെങ്കിൽ വേഗം ഓടിച്ചെത്താൻ പറ്റും. ഒരു 1.25 മണിക്കൂർ കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ഒരു ക്ഷേത്രത്തിനായിട്ട് ഒരു ദിവസം മൊത്തം ചെലവഴിക്കണം എന്ന് മാത്രം. ഒരു 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാം. പക്ഷേ റോഡ് വഴിയാണെങ്കിൽ ഇത്തിരി കൂടി സമയം നിങ്ങൾ കരുതാ എന്നുള്ളൂ. ട്രിച്ചിയാണ് അടുത്തുള്ള എയർപോർട്ട്. തഞ്ചാവൂരിൽ നിന്ന് റെയിൽവേ സൗകര്യം. ഈ ക്ഷേത്രത്തിന്റെ അകത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഉച്ചവരെയാണ് ഒരു 12 മണി വരെയാണ് നട അടയ്ക്കുക. പിന്നെ വൈകിട്ടാണ് തുറക്കുക, അത് ശ്രദ്ധിക്കുക. അപ്പൊ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ 64 തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 64 തൂണുകളുടെ ഇടയിലാണ് നമുക്ക് ആ ഒരു പ്രധാന നടയിലോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത്. ഈ കാണുന്ന 64 തൂണുകളിൽ കൊത്തുപണികളൊന്നുമില്ല. കാരണം കോവിലിൽ വരുന്നവർ ശ്രദ്ധ പതറാതെ ഭഗവാനെ കാണണം എന്ന സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ.
അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് പുല്ല് വെച്ച് പിടിപ്പിച്ച് ഒരുപാട് വിസ്തീർണത്തിലുള്ള സ്ഥലമുണ്ട്, ടോയ്ലറ്റ് സൗകര്യമുണ്ട്, ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഇതാണ് പുറത്തുള്ള പെരിയമ്മൾ പാർവതിയുടെ ക്ഷേത്രമാണുള്ളത്. ഉച്ച സമയമായതുകൊണ്ട് അപ്പോഴേക്കും നമ്മൾ എത്തുമ്പോഴേക്കും നട അടച്ചതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ കയറണം. പിന്നെ അതിന് പുറത്ത് തന്നെ പൊളിഞ്ഞൊരു ഗോപുരം നമുക്ക് കാണാൻ സാധിക്കും. 5 ഗോപുരങ്ങളായിട്ട് പണിതതാണ്, പക്ഷേ ആക്രമണത്തിൽ തകർന്നതായിരിക്കാം. പുറത്ത് ഗോപുരമുണ്ട്. പിന്നെ വരുമ്പോൾ അടുത്തൊന്നും ഹോട്ടൽ, അതായത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നിന്ന് ആ ഭാഗത്തു നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുക. അതാണ് ഇവിടെ ഈ ഭാഗത്തോട്ടുള്ളൊരു ഉള്ളിലോട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണ്. അതാണ് ഈ ഭാഗത്തുള്ള ഒരു ആകൂടിയുള്ള ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. തീർച്ചയായിട്ടും തഞ്ചാവൂർ ക്ഷേത്രത്തിൽ വരുമ്പോൾ സന്ദർശിക്കുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. ശുഭദിനം.